ഹായ് എവരി വൺ, വെൽക്കം ടു ഓട്ടോ സ്പേസ്. ഇന്ന് നമ്മൾ പുതിയ അഡ്വഞ്ചർ 250യുടെ കുറച്ച് വിശേഷങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പഴയ 2023 വേരിയൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ഓൺ ആവുന്ന, അല്ലെങ്കിൽ പഴയ വണ്ടി ബെറ്റർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ഡാക്ക റാലി ഇൻസ്പയർഡ് ആണ് പുതിയ അഡ്വഞ്ചർ 390 250 സീരീസിൽ വരുന്നത്. അപ്പം പഴയ മോഡലിനെ കമ്പയർ ചെയ്യുമ്പം പഴയ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ 390 ഡ്യൂക്ക് 390യുടെ ബേസിലാണ് അത് ഡെവലപ്പ് ആക്കി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റോഡ്സ്റ്ററിൽ നിന്നും ഒരു അഡ്വഞ്ചർ ടൂററാണ് അവർ ഡെവലപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. മെയിൻലി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരുന്നു. നമുക്ക് ഫ്രണ്ടിൽ വരാൻ നേരത്ത് 170 mm ബാക്കിൽ ഒരു 177 mm ട്രാവലായിരുന്നു വന്നു. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പുതിയ ആൾട്ടറേഷൻ ഫുള്ളി റീഡിസൈൻഡ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്ന ഓൾമോസ്റ്റ് 99% പുതിയ മെറ്റീരിയൽ കൊണ്ടാണ് ഈ വണ്ടി അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുതുമ എന്നുള്ള കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡിസൈനിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മെയിൻലി ഡാക്ക റാലി ഡിസൈൻ ആയിരുന്നു. പഴയ കൺവെൻഷണൽ ഡിസൈനിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ എന്താ പറയുക, അഡ്വഞ്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അത്യാവശ്യം നമുക്കെന്താ ഒരു ബിഗ് ബൈക്ക് ഫീലും തരുന്നതാണ് ഈ പുതിയ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് അതിൽ ഫീച്ചേഴ്സ് വൈസ് ആണ് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ട് ഒരു 5 ഇഞ്ച് കളർ TFT ഓൾഡ് ജനറേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ അതിനെ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്ത ഒരു 5 കളർ TFT ആണ് വന്നിട്ടുള്ളത്. മെയിൻലി നമ്മൾ ഡ്യൂക്ക് 390 കണ്ടിട്ടുള്ള ഒരു TFT കൺസോൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ റൈഡിംഗ് മോഡ്സ് പഴയ മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു റൈഡിംഗ് മോഡും കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്. പഴയതിൽ നമുക്ക് ഓഫ് റോഡ് സ്ട്രീറ്റ്, ഇപ്പോഴത്തേൽ വരാൻ നേരത്ത് റെയിന്, ഓഫ് റോഡ് സ്ട്രീറ്റ്, അങ്ങനെ 3 വേരിയൻഷൻസും കൂടെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എല്ലാവർക്കും നോൺ ആണ്, പുതിയ എഞ്ചിൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പഴയത് 373cc ആയിരുന്നു, ഇപ്പം നമുക്ക് വരുന്നത് 399cc വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പവർ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്, ടോർക്ക് ഔട്ട്പുട്ടും കൂടിയിട്ടുണ്ട്. ഈ പവറും ടോർക്കും നമുക്ക് കിട്ടുന്ന RPM കുറച്ചും കൂടെ ലെസർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഗ്രണ്ട്. നമുക്ക് എല്ലാ അഡ്വഞ്ചർ മെഷീനിൽ നിന്നും നമ്മൾ എന്താ പറയുക വിചാരിക്കുന്നത്, നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഗ്രണ്ട് ആണ്. കാരണം ലോവർ RPMൽ വണ്ടിക്ക് ടോർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ അതിന് മറികടക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വഞ്ചർ കുറച്ചും കൂടെ ഓഫ് റോഡ് കേപ്പബിൾ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു കൺസിഡറേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞ സസ്പെൻഷൻ്റെ ട്രാവലാണ്. ഓൾമോസ്റ്റ് 200 mm ഫ്രണ്ടും ബാക്കിൽ 205 വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഓൾമോസ്റ്റ് ഏതൊരു സിനാറിയോസിൽ കൊണ്ടുപോയാലും അത്യാവശ്യം കല്ലുകളോ അതേപോലത്തെ കാര്യങ്ങളും ചാടി മറികടന്ന് പോകാനായിട്ട് പുതിയ അഡ്വഞ്ചർ കുറച്ചും കൂടെ കേബിളാണ്. പഴയത് ബോട്ടം ഔട്ട് ആവുന്നുണ്ട്, കാരണം ട്രാവൽ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ബോട്ടം ഔട്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് രണ്ടിൻ്റെയും സസ്പെൻഷൻ വരുന്നത്. അതായത് 390യുടെ പുതിയ വരുന്ന അഡ്വഞ്ചർ S എന്ന് പറയുന്ന വേരിയൻറ്റിലും പഴയ 390യിൽ നമുക്ക് 3 വേരിയൻ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ വേരിയൻ്റ് X, അത് കഴിഞ്ഞ് ഒരു സ്റ്റാൻഡേർഡ്, അത് കഴിഞ്ഞ് റാലി എന്ന് പറഞ്ഞാൽ റാലിയും പുതിയ വേരിയൻസ്. അതായത് പഴയ അഡ്വഞ്ചർ 2023ലെ റാലി മോഡലും ഇപ്പോഴത്തെ കറണ്ട് 2025ലെ അഡ്വഞ്ചർ 390Sഉം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ വരുന്ന, ഓൾമോസ്റ്റ് ഓഫേഴ്സ് സെയിം സ്പെസിഫിക്കേഷൻ, ബട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ. ആ രണ്ട് മോഡലും കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയതിൽ നമുക്ക് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയതിൽ നമുക്ക് ട്യൂബ്ഡ് സ്പോക്ക് വീൽസ് ആയിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ വലിയൊരു ബൂണാണ്, ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് വന്നിട്ടുണ്ട്. അതും 21 ഇഞ്ച് റിമ്മാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പഴയതിന് 19 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിയറിൽ 17 തന്നെയാണ് വരുന്നത്. ട്യൂബ്ലെസ് സ്പോക്ക് വീൽസിൻ്റെ ഒരു കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡോ അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ആയിക്കോട്ടെ ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് പഞ്ചർ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്കറിയാൻ പറ്റത്തില്ല എപ്പോഴാണത് ഉണ്ടാകുന്നത്. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഷോപ്പ് വരികയോ അല്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ വരികയോ ട്യൂബ്ലെസ് സ്പോക്ക് വീലാണെങ്കിൽ വണ്ടി മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ട്യൂബ്ഡ് ആണെങ്കിൽ അവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് RSI പോലുള്ള എന്താ പറയുക കമ്പനിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു എയ്ഡ് എടുക്കേണ്ടി വരും. അത് വലിയൊരു ബൂണാണ്. കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് ട്രാവൽ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ഭയങ്കരമായ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആണ് ആ ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പവർ ഫിഗേഴ്സ് ഓൾമോസ്റ്റ് ഹൈ ആയിട്ടുണ്ട്, ബട്ട് ഈ പവർ കിട്ടുന്ന RPMs കുറച്ചും കൂടെ ലോവർ ആയിട്ടുണ്ട്. പണ്ട് നമുക്ക് 9000 RPMലായിരുന്നു മാക്സ് പവർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8500 അത് വരുന്നുണ്ട്. ടോർക്ക് ഉൾപ്പെടെ സെയിം ആണ്. പണ്ട് ഒരു 7000 RPMലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 6500 RPMൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഗ്രണ്ടും കൂടുതലാണ്. അപ്പോൾ നമുക്ക് സിറ്റിയിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈ വണ്ടികൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ നമ്മളൊരു 6th ഗിയറിലാണ്, ഒരു 60 to 70 ഇടയിൽ ഒരു സ്പീഡിലാണെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ അഡ്വഞ്ചർ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താ പറയുക പേസ് പിക്ക് ചെയ്യും. അതേസമയം പഴയ വണ്ടി കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതാണ് മേജർലി എനിക്ക് ഫീൽ ചെയ്ത എഞ്ചിനിലൊരു ഡിഫറൻറ്റ്.
അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളതാണെന്ന് വെച്ചാൽ ലൈറ്റ്സ് പഴയത് നമുക്ക് നോർമൽ LED ആയിരുന്നു. ഇപ്പോഴത്തേൽ വരാൻ നേരത്തെ ഒരു ബൈ പ്രൊജക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് 2 പ്രൊജക്ടർ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ലോ ബീമും ഒന്ന് ഹൈ ബീമും. അത്യാവശ്യം വലിയ പ്രൊജക്ടർ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റിയിൽ ത്രോ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴയ വണ്ടികളിൽ ഇപ്പം ആൾക്കാർ ഓക്സിലറി ലാംപ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിൻസ്ക്രീനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അത്യാവശ്യം ടോളർ ആയിട്ടുള്ള വിൻസ്ക്രീനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. പഴയ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷോർട്ടർ വിൻസ്ക്രീനാണ്. 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിൽ ടോളർ ആയതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നാമത്തെ വിൻഡ് കൂടുതലായിട്ട് തണുത്ത കാറ്റടിച്ച് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ വരുന്ന കുറച്ച് കുറവായിരിക്കും. പിന്നെ നമ്മൾ ആ ടയറിങ്നെസ്, കുറേ നേരം ഈ കാറ്റ് നമ്മളെ മുഖത്ത് ശരീരത്തിൽ അടിച്ചടിച്ച് വരാൻ നേരം നമ്മൾ പെട്ടെന്ന് ടയർഡാവും. അതും കുറയ്ക്കാനായിട്ട് ഈ ഒരു പുതിയ അഡ്വഞ്ചറിന് മാക്സിമം കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് സീറ്റ് ഹൈറ്റ്, പഴയ വണ്ടി നമുക്ക് 855 mm ആണ് ഇപ്പോഴത്തെ മോഡൽ. നമുക്ക് എക്സ് വേരിയൻ്റ് ആണെങ്കിൽ വെറും 830 mm വരുന്നുള്ളൂ. അപ്പം കുറച്ചും കൂടെ ഷോർട്ടർ ആയിട്ടുള്ള റൈഡേഴ്സിനും നല്ല ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പഴയ വണ്ടി അത്യാവശ്യം എന്താ പറയുക, ഒരു 6 ഫീറ്റിന് മേലെ ഉള്ളവർക്കായിരുന്നു കംഫർട്ടബിൾ. ബാക്കിയുള്ളവരെല്ലാം ടിപ്ടോയാണ്. ടിപ്ടോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, ഒരു ഒബ്സ്റ്റക്കിൾസിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒരു ഇറക്കത്തിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടി ഒന്ന് സൈഡിലോട്ട് അങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ കാലിൽ രണ്ടിന് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കും ഒരു കാലിൽ സൈഡ് കാലെങ്കിൽ ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വണ്ടിയെ ഒന്ന് പിടിച്ച് നിർത്താനായിട്ട് പറ്റും. പിന്നെ പുതിയ വണ്ടിക്ക് നമ്മൾ പഴയ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഒരു 177 kgs ആയിരുന്നു ഓൾഡ് ജനറേഷൻ. ഇപ്പോൾ വരുമ്പം ഓൾമോസ്റ്റ് 182-183 kgs വരുന്നുണ്ട്. ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മുടെ സീറ്റിൻ്റെ ഡിസൈൻ കുറച്ച് നാരോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാല് എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ഈവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അടുത്തൊരു മെയിൻ ഫീച്ചർ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ടയേഴ്സാണ്. ടയേഴ്സ് പഴയതിനെക്കാട്ടിയും കുറച്ചും കൂടെ എന്താ പറയുക, ഫ്രണ്ടിൽ കൊടുത്തിരുന്ന 100/80 സംതിങ് ആണ്. ഇപ്പോൾ കൊടുത്തേക്കുന്ന 100/90 ആണ്. അപ്പോൾ കുറച്ചും കൂടെ നീട്ടം കൂടിയ വിഡ്ത്ത് കൂടിയ ടയറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ എന്താ പറയുക, ലൂസ് റോയിൽ കുറച്ചും കൂടെ ഗ്രിപ്പ് ചെയ്ത് നമുക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ കൂടെ പുതിയ ടയറിന് വരുന്നുണ്ട്. പിന്നെ ഓവറോൾ എന്താ പറയുക, ഒരു ആ ഒരു ഡാക്കാർ റാലി ഓൾമോസ്റ്റ് 18 കോൺസിക്യൂട്ടീവ് വിൻസ് ആണ് നമുക്ക് KTMന് ഡാക്കാർ റാലി സീരീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെഡിഗ്രിയിലാണ് ഈ മോട്ടോർ സൈക്കിൾ വന്നേക്കുന്നത്. അതും ചെറിയൊരു മാർജിനിൽ, ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പുതിയ വേരിയൻറ്റിൽ നമുക്ക് എന്താ പറയുക അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്ന. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം അപ്പോൾ ഫുള്ളി പഴയ മോഡലിൽ നമുക്ക് എന്താ പറയുക, അത് ബാഡാണ് അങ്ങനത്തെ നമുക്കൊരു ഓപ്ഷൻ പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത്. മെയിൻലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത അതിൻ്റെ സീറ്റ്, പഴയ മോഡലിൽ സീറ്റ് കുറച്ചും കൂടെ വിഡ്ത്ത് കൂടിയതാണ്. വിഡ്ത്ത് കൂടിയതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട്. നമ്മൾ ലോങ്ങർ ജേർണീസ് ചെയ്യുമ്പോൾ, എൻ്റെ ഒരു മൈൻഡിലാണ്, ലോങ്ങർ ജേർണീസ് ചെയ്യുമ്പോൾ പഴയ സീറ്റ്സ് ആയിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. കാരണം പുതിയ സീറ്റ്സ് നാരോ ആകുമ്പം തന്നെ നമുക്ക് നമ്മളെ ബട്ടായാലും കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പെട്ടെന്ന് ടയേർഡാവും. അപ്പം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, കൺവീനിയൻസ് പുതിയൊരു മോഡലിൽ കുറവായിരിക്കും പഴയതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആ ഒരു കാര്യത്തിൽ പഴയ മോഡൽ കുറച്ചും കൂടെ ബെറ്ററാണ് സീറ്റ്സിൽ. പിന്നെ കുറച്ചും കൂടെ നീട്ടവും കൂടിയ സീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. പേഴ്സണലി ഡ്യുവൽ സീറ്റാണ് വരുന്നത്, ഇപ്പോഴത്തെ സിംഗിളാണ്. അപ്പോൾ ഡ്യുവൽ സീറ്റ് ആകുമ്പോൾ തന്നെ ബാക്കിൽ പില്ലിയന് അത്യാവശ്യം അവർക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് മൂവ് അറൗണ്ട് ചെയ്യാനൊരു സ്പേസ്. ഇപ്പോൾ സിംഗിൾ സീറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബാക്കിലിരിക്കുന്ന ആൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടായിരിക്കും നമ്മളടുത്തോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ഓൾഡർ ജനറേഷൻ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് 90% പുതിയൊരു മോഡലാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം പ്രോപ്പർ അഡ്വഞ്ചർ ടൂററാണ് ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾ പഴയതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ മോഡലിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പുതിയ മോഡലിൽ നമുക്ക് 227 mm വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് ക്ലിയറൻസും കുറച്ച് കൂടിയത് മെയിൻലി ഫ്രണ്ടിലെ സസ്പെൻഷൻ ട്രാവൽ കൂടിയിട്ടുണ്ട്, റിയറിലും. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് 19 ഇഞ്ച് റിമ്മിൽ 21 ആയിട്ടുണ്ട്. അപ്പം ഈ രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല ടെറൈൻസിൽ പോകുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ക്ലിയറൻസ് നമ്മുടെ അടുത്തൊരു ഒബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് എനിക്ക് പുതിയ അഡ്വഞ്ചറും പഴയ അഡ്വഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് തോന്നിയത്. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്.